ഹായ് ഹലോ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് SSC കഴിഞ്ഞ വർഷം നടത്തിയ SSC GD എക്സാമിൽ മാത്സിൽ നിന്നുള്ള കുറച്ച് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എടുക്കുന്നതിന് പകരം ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നമുക്ക് എടുത്ത് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആവുന്നതെന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിന്റെ ഫലമായിട്ട് ഞാൻ ഇന്ന് ആദ്യം എടുത്തേക്കുന്നത് LCM ആൻഡ് HCF എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം SSC GD എക്സാമിൽ ചോദിച്ച LCM ആൻഡ് HCF എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡിറ്റർമിൻ ദ ലാർജസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 15, 25, 40 ആൻഡ് 75. അതായത് ലാർജസ്റ്റ് 4-digit നമ്പർ കണ്ടുപിടിക്കണം. അയാൾ എന്തായിരിക്കണം? ഈ 4 നമ്പറിനെ കൊണ്ട് എന്തായിരിക്കണം ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഈ 4 നമ്പർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 15, 25, 40 ആൻഡ് 75. ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം? ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട 4-digit നമ്പർ എന്ന് പറയുന്നത് എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം? 15ന്റെയും 25ന്റെയും 40ന്റെയും 75ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതിൽ 40ന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെ, 40ന്റെ കേസ് എന്താ? 40ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് 0 എന്ന് പറയുമ്പോൾ നോക്കിയോ, 40ന്റെ മൾട്ടിപ്പിൾസ് നോക്കിക്കേ. 40, 80, 120, 160 ഇങ്ങനെ അല്ല 40ന്റെ മൾട്ടിപ്പിൾ പോകുക. അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ വരുന്നത്? 0 ആണ് വരുന്നത്. ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്ന 2 ഓപ്ഷനാണുള്ളത്. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും. ബാക്കി 2 ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി 40ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ, ഒരു നമ്പർ 40ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അയാൾ എന്തായിരിക്കും? 4ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ. ഒരു നമ്പർ 40ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് അയാൾ എന്തായിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ ഒരു നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആകുന്ന എപ്പോഴാണ്? അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കും? ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ എന്തായിരിക്കും? 00 ആയിരിക്കും അല്ലെ. 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 00 ആയിരിക്കും. ഇവിടെ ഓപ്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താ വരുന്നത്? 00 ആണ് വരുന്നത്. അത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി 60 ലാസ്റ്റ് ഓപ്ഷൻ ഡിയുടെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താ വരുന്നത്? 60 ആണ് വരുന്നത്. അതും എന്താണ്? 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി അടുത്ത നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 25. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 25ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു നമ്പർ എപ്പോഴാണ് 25ന്റെ മൾട്ടിപ്പിൾ ആകുന്നത്? അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം? 25ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തായിരിക്കണം? 00 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 25ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ വരുന്നത്? 25 വരുന്നുണ്ട്, 50 വരുന്നുണ്ട്, 75, 100, പിന്നെ 125, 150, 175, 200. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തൊക്കെയാ വരുന്നത്? 25, 50, 75, 00 അല്ലെ. അപ്പോൾ ഒരു നമ്പർ 25ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അയാളുടെ ലാസ്റ്റ് 2 ഡിജിറ്റ് ഒന്നുമില്ലെങ്കിൽ 25, 50, 75, 00 ആയിരിക്കും. ഇവിടെ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഈ 4 ആൾക്കാരിൽ ഏതെങ്കിലും ഒന്ന് വരുന്ന ഏതിന് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ എക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ 9600 ആയിരിക്കും. ഓപ്ഷൻ എ. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ 4 ആൾക്കാരുടെ ശരിക്കും ഈ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ 4 ആൾക്കാരുടെ LCM കണ്ടുപിടിക്കണം, എന്നിട്ട് ലാർജസ്റ്റ് 4-digit നമ്പറിനെ കൊണ്ട് LCM കൊണ്ട് ഡിവൈഡ് ചെയ്യണം. റിമൈൻഡർ എത്രയാണ് വരുന്നത് അതിന് എന്തെങ്കിലും സബ്സ്ട്രാക്ട് ചെയ്യണം. ഇങ്ങനെ കുറേ പണിയുണ്ട്. പക്ഷെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് LCM and HCF എന്നുള്ള ചാപ്റ്റർ എന്ത് വെച്ച് ചെയ്യാൻ പറ്റും? ഡിവിസിബിലിറ്റി റൂൾസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ? ഓക്കെ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ട്രിക്ക് ഉപയോഗിക്കാം. കറക്റ്റ് കൺവെക്ഷൻ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ, പഠിച്ച മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസർ ചെയ്യാൻ പറ്റില്ല. കുറേ സമയം എടുക്കും. പക്ഷെ കുറച്ച് എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചിട്ട് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റുക? LCM, HCF ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ പഠിച്ചിരിക്കുന്ന ഫാക്ടറൈസേഷൻ മെത്തേഡോ ഡിവിഷൻ മെത്തേഡൊക്കെ റെയർ കേസുകൾ മാത്രം എന്ത് ചെയ്യുക? യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, മെജോറിറ്റി ക്വസ്റ്റ്യൻസും നമുക്ക് എന്തെങ്കിലും കിട്ടും? ഡിവിസിബിലിറ്റി റൂൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? The HCF of two numbers is 11 and their sum is 132. If both numbers are greater than 42, then difference between the two numbers is. രണ്ട് നമ്പേഴ്സിന്റെ HCF എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 11 ആണ് തന്നിട്ടുണ്ട്. അവരുടെ സം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 132 ആണ് തന്നിട്ടുണ്ട്. രണ്ട് നമ്പറും 42നെക്കാട്ടും ഗ്രേറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് നമ്പേഴ്സിന്റെയും ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
സോ ഒരു നമ്പറിന്റെ എച്ച് സി എഫ് എച്ച് ആണെങ്കിൽ അതിന് ഫസ്റ്റ് നമ്പർ നമുക്ക് എന്താക്കി എടുക്കാം, എച്ച് എക്സ് എന്നും സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും എച്ച് വൈ എന്ന് എടുക്കാം. എന്താണ്, ഒരു നമ്പറിന്റെ എച്ച് സി എഫ് എച്ച് ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ നമുക്ക് എന്താക്കി എടുക്കാം, എച്ച് എക്സ് എന്നും സെക്കൻഡ് നമ്പറിന് എന്താക്കി എടുക്കാം, എച്ച് വൈ എന്നാക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എക്സും വൈയും എന്തായിരിക്കണം, കോ പ്രൈം നമ്പർ ആയിരിക്കണം. എന്താണ് കോ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? രണ്ട് നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടർ എന്തായിരിക്കണം? കോമൺ ഫാക്ടർ 1 ആണെങ്കിൽ അവരെന്ത് വിളിക്കാം, നമുക്ക് കോ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കാം. അതായത് രണ്ട് നമ്പേഴ്സിന്റെ എച്ച് സി എഫ് 1 ആണെങ്കിൽ അവരെന്ത് വിളിക്കാം, കോ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് നമ്പർ എച്ച് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു, സെക്കൻഡ് നമ്പറിനെ എച്ച് വൈ ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എച്ച് എക്സ് പ്ലസ് എച്ച് വൈ എന്ന് എടുക്കാം. ഓക്കെ, വിച്ച് ഈസ് ഇക്വൽ ടു 132. ഇവിടെ എച്ച് കോമൺ അല്ലേ, അപ്പൊ എച്ച് കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു, എച്ച് എത്രയാണ്, എച്ച് സി എഫ് എത്രയാണ്, 11 ആണ്. സോ 11 into x plus y is equal to 132. Then x plus y is equal to 132 by 11 എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ എന്ത് കിട്ടി, 132/11 എന്ന് കിട്ടി. അത് എത്രയാണ്, 132 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 12 എന്ന് കിട്ടും. സോ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ നമുക്ക് എന്താണ്, 12 ആണെന്ന് മനസ്സിലായി. 12 ആണെന്ന് മനസ്സിലായി. സോ എക്സ് പ്ലസ് വൈ 12 ആണെങ്കിൽ എക്സിനും വൈക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് അല്ലെ, 1ഉം 11 എടുക്കല്ലേ, 1 + 11 12 ആണ്. പിന്നെ അതേപോലെ 2ഉം 10ഉം, then 3 9, then 4 8, then 5 7, then 6 6. ഇത്രയും വാല്യൂസ് എന്ത് ചെയ്യാം, എക്സിനും വൈക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 12 ആണ്. പക്ഷേ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എക്സും വൈയും എന്തായിരിക്കണം, കോ പ്രൈം നമ്പർ ആയിരിക്കണം. സോ എക്സും വൈയും കോ പ്രൈം ആകണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അല്ല 1ഉം 11ഉം കോ പ്രൈം ആണ്. സോ ഇവരൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം. 2 10 കോ പ്രൈം അല്ല, ഒഴിവാക്കാം. 3ഉം 9ഉം കോ പ്രൈം അല്ല, ഒഴിവാക്കാം. 4ഉം 8ഉം കോ പ്രൈം അല്ല, ഒഴിവാക്കാം. പിന്നെ എന്തായാലും രണ്ട് നമ്പർ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടില്ല. സോ എക്സ് 6ഉം 6ഉം എന്തായാലും കോ പ്രൈം അല്ല, ഒഴിവാക്കാം. ഓക്കെ, സോ നമുക്ക് എക്സിനും വൈക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സെറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് എത്രയാണ്, 1ഉം 11ഉം, അടുത്ത എന്താണ് 5ഉം 7ഉം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ n1 is equal to x is equal to 1 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ hx എന്നാണ്, hx എന്നാണ്, 11 into 1 എന്ന് വരും. ഫസ്റ്റ് നമ്പർ എന്താണ്, 11 ആണെന്ന് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് നമ്പർ എന്തായിരിക്കും, ഇഫ് ബോത്ത് നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 42. രണ്ട് നമ്പർ എന്താണ്, 42നെക്കാട്ടും ഗ്രേറ്റർ ആണെന്നാ പറഞ്ഞത്. സോ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ 11 ആണ് കിട്ടിയത്. അതെന്ത് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യനിൽ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് എക്സിന് വൈക്കും ഏത് വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, 1ഉം 11ഉം പറ്റില്ല. പിന്നെ ഏത് മാത്രമേ ഉള്ളൂ, 5ഉം 7ഉം മാത്രമേ ഉള്ളൂ. സോ എക്സും വൈയും 5ഉം 7ഉം ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, n1 is equal to 11 into 5 which is equal to 55 എന്ന് എടുക്കാം. രണ്ടാമത്തെ നമ്പർ എന്ത് വരും, n2 is equal to 11 into 7 which is equal to 77 എന്ന് വരും. ഓക്കെ, സോ ഫസ്റ്റ് നമ്പർ 55, രണ്ടാമത്തെ നമ്പർ 77. രണ്ടിന്റെയും പോസിറ്റീവ് ഡിഫറൻസ് എത്ര വരുന്നത്, 77ന്റെയും 55ന്റെയും പോസിറ്റീവ് ഡിഫറൻസ് എത്ര കിട്ടും, 22 എന്ന് കിട്ടും. സോ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി 22 ആണ്. ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. സോറി, ഡിഫറൻസ് ആണ് ചോദിച്ചത്, അങ്ങനെ എടുക്കാൻ പറ്റില്ല. സോറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. രണ്ട് നമ്പേഴ്സിന്റെ എച്ച് സി എഫ് എച്ച് ആണെങ്കിൽ ഫസ്റ്റ് നമ്പറിന് എച്ച് എക്സ് എന്നും സെക്കൻഡ് നമ്പറിന് എച്ച് വൈ എന്ന് എടുക്കാം. ബാക്കി എന്ത് ചെയ്യുക, കോമൺ സെൻസ് വെച്ചിട്ട് ബാക്കി നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഫൈൻഡ് ദ എച്ച് സി എഫ് ഓഫ് 153 117 405. ഈ മൂന്ന് നമ്പേഴ്സിന്റെ എച്ച് സി എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് 153 117 405. ഈ മൂന്ന് നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ മൂന്ന് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ എച്ച് സി എഫ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡിഫറൻസ് മെത്തേഡ് ഉണ്ട്, പിന്നെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉണ്ട്, ഡിവിഷൻ മെത്തേഡ് ഉണ്ട്. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് മാത്രം മതി, ഡിജിറ്റ് സം മാത്രം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എച്ച് സി എഫ് കണ്ടുപിടിക്കാൻ പറ്റും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 153ന്റെ ഡിജിറ്റ് സം എത്രയാണ്, 9 ആണ്. 117 ഡിജിറ്റ് സം എത്രയാണ്, 9 ആണ്. 405 ഡിജിറ്റ് സം എത്രയാണ്, 9 ആണ്. അതായത് ഈ മൂന്ന് നമ്പർ എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്, 9ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 9 ഓപ്ഷനിൽ 9 ഉണ്ട്. സോ ഓപ്ഷൻ എ
വേറെ ഒന്നും എന്തില്ല, നയം വരുന്നില്ല. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? വേറെ ഫാക്ടറൈസേഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിഫറൻസ് മെത്തേഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിവിഷൻ മെത്തേഡ് ചെയ്തിട്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. HCF കണ്ടുപിടിക്കാതെ വെറും ഡിവിസിബിലിറ്റി റൂൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? HCFും LCMും കണ്ടുപിടിക്കാൻ പറ്റും. അത് ആദ്യം മനസ്സിൽ കയറ്റി വെക്കണം. ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, ഇന്ന നമ്പർ തന്നിട്ട് ഏതൊക്കെ നമ്പറിനെ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് ഒരിക്കലും എക്സാമിന് ചോദിച്ചാൽ അങ്ങനെ കണ്ടിട്ടില്ല. ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻ സ്കില്ല് സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡിവിസിബിലിറ്റി റൂളും റിമൈൻഡർ തിയറവും പിന്നെ യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. In the next question എന്താ പറയുന്നത്? LCM and HCF of two numbers are 66 and 11 respectively. If one എന്താ രണ്ട് നമ്പേഴ്സിന്റെ HCFും LCMും 66ഉം 11 ആണെന്ന് പറയുന്നുണ്ട്. If one of the number is 33, find the other number. ഒരു നമ്പർ 33 ആണെങ്കിൽ സെക്കൻഡ് നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് LCMന്റെയും HCFന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്താണ്? LCMന്റെയും HCFന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ട് ഇവിടെ LCM 66ഉം HCF എത്രയാണ്? 11 ആണ് തന്നിട്ടുള്ളത്. ഒരു നമ്പർ 33 ആണെങ്കിൽ സെക്കൻഡ് നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ സെക്കൻഡ് നമ്പർ ഇസ് ഈക്വൽ ടു 66 into 11 ഡിവൈഡഡ് ബൈ 33. എന്ത് വരും? ക്യാൻസൽ ചെയ്യുമ്പം 66നെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. സോറി, 2 ഇവിടാണ് കിട്ടുക. 2 എന്ന് കിട്ടും. 2 into 11 എത്ര കിട്ടും? 22 എന്ന് കിട്ടും. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 22 ആണ് കിട്ടുന്നത്. സിമ്പിൾ കൺസെപ്റ്റ് ആണ്, ഓർത്ത് വെക്കുക. ഈ കൺസെപ്റ്റ് യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. എന്താണ്? രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്തിന് ഈക്വൽ ആണ്? LCMന്റെയും HCFന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്നാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ സ്മോളസ്റ്റ് 5 നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 26, 8, 11 ആൻഡ് 13. അതായത് ഈ 4 നമ്പേഴ്സിനെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ദ LCM ഓഫ് 26, 8, 11 ആൻഡ് 13. ഈ മൂന്ന് ആൾക്കാരുടെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 26, 11, 13 LCM കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഈ മൂന്ന് ആൾക്കാരുടെ ഒരു മൾട്ടിപ്പിൾ, കോമൺ മൾട്ടിപ്പിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 8 വരുന്നുണ്ട് അല്ലെ? ഒരു നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? 4ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? 4ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. സോ ഒരു നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നേരത്തെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം? 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ എന്തായിരിക്കണം? 00 ആയിരിക്കണം. ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 00 ആയിരിക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ വരുന്നത് ഇവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ് 01 ആണ്. 4ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ 84ന്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷെ 82 എന്താകില്ല? 4ന്റെ മൾട്ടിപ്പിൾ ആകില്ല. ഓപ്ഷൻ ബിനെ എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ 26 എന്തല്ല? 4ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം. ബാക്കി ഏത് മാത്രമേ വരുന്നുള്ളൂ? ഓപ്ഷൻ ഡി 44 അല്ലെ? 44 എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. വേണമെങ്കിൽ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? 11ന്റെ റൂളും യൂസ് ചെയ്യാൻ പറ്റും. എന്താ? 114ന്റെ 11ന്റെ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുക. ഡിഫറൻസ് എടുക്കുമ്പോൾ 1ന്റെ ഡിഫറൻസ് 0, 4ന്റെ ഡിഫറൻസ് 0, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. സോ 0 കിട്ടിയത് കൊണ്ട് ഇയാൾ എന്താണ്? 11ന്റെയും മൾട്ടിപ്പിൾ ആണ്. സോ ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വീണ്ടും നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? ഡിവിസിബിലിറ്റി റൂൾ തന്നെയാണ് യൂസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? X ഈസ് എ ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 20, 25. ദ സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് X ഈസ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? X ഈസ് എ ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 20, 25. അതായത് X എന്ന് പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ്, ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോൾ ആ 3 ഡിജിറ്റ് നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12, 20, 25നെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് X അല്ല, സം ഓഫ് ദി ഡിജിറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Xന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോറി, X എന്ന് പറഞ്ഞ നമ്പറിന്റെ ഡിജിറ്റ് സം ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് LCM മറ്റേ മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ 12 എടുത്ത് നോക്കാം അല്ലെ? 12 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 എന്ന് പറഞ്ഞാൽ 4 into 3 ആണ് 12. സോ ഒരു നമ്പർ 12ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അയാൾ എന്തായിരിക്കും? 4ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്കറിയാം 3ന്റെ റൂൾ എന്താണ്? 3ന്റെ റൂൾ എന്താണ്? ഡിജിറ്റ് സം എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് അല്ലെ? 3ന്റെ റൂൾ എന്താണ്? ഡിജിറ്റ് സം എന്തായിരിക്കണം? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം.
ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് എന്ന് പറഞ്ഞ നമ്പറിന്റെ ഡിജിറ്റ് സം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് എക്സിന്റെ ഡിജിറ്റ് സം എന്തായിരിക്കണം? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കിയാൽ മതി? ഓപ്ഷനിൽ 3ന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ മതിയല്ലോ. സോ ഓപ്ഷനിൽ 3ന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ ഏത് മാത്രമേ വരുന്നുള്ളൂ? 9 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഓപ്ഷനിൽ 3ന്റെ മൾട്ടിപ്പിൾ വരുന്നുള്ളൂ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിച്ചിട്ട് അതിന്റെ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കണം. അതിന്റെ ഡിജിറ്റ് സം എടുക്കണം. LCM കണ്ടുപിടിക്കാൻ തന്നെ 3 മിനിറ്റോളം നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ചെലവാകുന്നതാണ്. ഒരിക്കലും 3 മിനിറ്റ് ഒന്നും ഒരു ക്വസ്റ്റിൽ സ്പെൻഡ് ചെയ്യാൻ നമുക്കില്ല. സോ ആൻസർ എന്താണ്? ഡിജിറ്റ് സം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ which when divides 92 and 215 leaves remainders 7, 11 respectively. എന്താണ്? നമുക്ക് ഒരു നമ്പർ കണ്ടുപിടിക്കണം, ഒരു ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. അതെന്താണ്? ആ നമ്പർ 92നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കണ്ടുപിടിക്കണം. ആ നമ്പർ 92നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 7ഉം 215നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 11ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് HCFന്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഇങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? HCF ഓഫ് 92 മൈനസ് 7ഉം 215 മൈനസ് 11, അതായത് 92 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 7 ആണ്. 215നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 11 ആണ്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? HCF ഓഫ് 92 മൈനസ് 7 നിന്നും 215നെ 11 കൊണ്ട് മൈനസ് ചെയ്യുക. ഇതിന്റെ രണ്ടിനും HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. 92നെ 7 കൊണ്ട് 92ന്ന് 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 85 എന്ന് കിട്ടും. 215ന്ന് 11 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 204 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ രണ്ടാൾക്കാരുടെയും HCF ആണ് നമുക്കിവിടെ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ HCF കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല? ഡിജിറ്റ് സം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഡിജിറ്റ് സം യൂസ് ചെയ്യുമ്പോൾ ഇപ്പം 5ന്റെ റൂള്, ഇതിപ്പോ 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലായി. ഓപ്ഷനിൽ 5ന്റെ ആൾക്കാരില്ല. ഇവൻ ഡിജിറ്റ് സം എടുത്തു കഴിഞ്ഞാൽ 6 ആണ്. ഓപ്ഷനിൽ നമുക്ക് 3, ഇത് നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നാലും അത് ആൻസർ ആവാൻ ചാൻസ് ഇല്ല. വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ നമുക്ക് എന്ത് ചെയ്യണം? നോക്കണം. സോ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ HCF ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ 100 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഫറൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് HCF കണ്ടുപിടിക്കുന്നത് നല്ലതല്ല. കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ ഡിഫറൻസ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? HCF നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അങ്ങനെയാണെങ്കിൽ 204നെ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? HCF കണ്ടുപിടിക്കാം. സോ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് HCF കണ്ടുപിടിക്കാൻ വലിയ നമ്പറിനെ എന്ത് ചെയ്യുക? ചെറിയ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 204നെ 85നെ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 204 85 എത്ര ടൈംസ് വരും? അല്ലെ, 2 വട്ടം വരും. 85 × 2 എത്ര വരും? 170 എന്ന് കിട്ടും. 170. 204 170 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 134 എന്ന് കിട്ടും. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡിവൈസറിന് എന്ത് ചെയ്യണം? താഴത്തോട്ട് ഇറക്കാണ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഡിവൈസർ എന്ന് പറഞ്ഞാൽ 85ന് എന്ത് ചെയ്യണം? വീണ്ടും താഴത്തോട്ട് ഇറക്കണം. അപ്പൊ എന്ത് വരും? 85നെ 34നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 85ൽ 34 എത്ര ടൈംസ് വരും? 2 ടൈംസ് വരും. 34 × 2 എത്ര കിട്ടും? 68 എന്ന് കിട്ടും. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 17 എന്ന് വരും. വീണ്ടും 34നെ താഴത്തോട്ട് ഇറക്കി കഴിഞ്ഞാൽ 17 × 2 ആണ് 34 എന്ന്. റിമൈൻഡർ എന്ന് കിട്ടി? 0 കിട്ടി. ഇങ്ങനെ റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് കാണുന്ന ഡിവൈസർ ആണ് എന്തെന്ന് പറയുന്നത്? HCF എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ HCF എന്താണ്? 17 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുള്ള ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല? ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കണ്ടുപിടിക്കാൻ പറ്റും. എന്തുകൊണ്ടാ? ഇയാൾ 3ന്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷെ ഇയാൾ എന്തല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് 21 ആൻസർ അല്ല. ഇവിടെ 3ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 21 ആൻസർ കിട്ടുന്ന ഒരിക്കലും പറയരുത്. ഇയാൾ എന്തല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ എ 17 എന്ന് കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 406, 1388 ലീവ് 1 and 3 റെസ്പെക്റ്റീവ്ലി ആസ് റിമൈൻഡേഴ്സ് ഈസ്. നേരത്തെ അതേ ക്വസ്റ്റ്യൻ ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്കൊരു നമ്പർ കണ്ടുപിടിക്കണം. അയാൾ 406നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. 1388നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 3 ആണ്. സോ അങ്ങനത്തെ നമ്പർ ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്.
സോ നോക്കിക്കഴിഞ്ഞാൽ 406 അല്ലേ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? HCF ഓഫ് 406 മൈനസ് 1 പിന്നെന്താണ് ആൻഡ് 1388 മൈനസ് 3. ഓക്കെ, സോ HCF ഓഫ് എന്താണ് 405 then 1385. ഓക്കെ, സോ HCF ഓഫ് 405 ആൻഡ് 1385. ഡിജിറ്റ് സം ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 9 കിട്ടും. 9ന്റെ മൾട്ടിപ്പിൾസ് ഓപ്ഷനിൽ ഒന്നും വരുന്നില്ല. സോ ഡിജിറ്റ് സം എടുത്തിട്ട് ഇവിടെ കാര്യമില്ല. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. ഇവന്റെയും ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 5 ആണ്. സോ എന്താവാൻ ചാൻസ് ഉണ്ട്? ഇവൻ ഓപ്ഷൻ സിയോ ഓപ്ഷൻ ഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റ് സം ഇവിടെ എത്രയാണ്? 9 വരുന്നുണ്ട്. ഇപ്പം ഒരു നമ്പർ 15ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ 5 into 3 ആണ്. അത് 5ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ 5ന്റെ മൾട്ടിപ്പിൾ ആണ്, 3ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? 5ന്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷെ എന്തല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഇവരെന്താണ്? 5 HCF എന്താ കിട്ടുക? 5 ആണ് കിട്ടുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ് വരുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് 5 എന്ന് പറഞ്ഞാൽ അയാൾ എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 15ന്റെ മൾട്ടിപ്പിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 15ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ 5ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. 5ന്റെ അല്ല, ഫസ്റ്റ് ഓപ്ഷൻ 5ന്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷെ എന്തല്ല? ഫസ്റ്റ് ഓപ്ഷൻ 5ന്റെയും 3ന്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷെ രണ്ടാമത്തെ ഓപ്ഷൻ എന്തല്ല? 5ന്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷെ എന്തല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അതിനെ ഒഴിവാക്കാം. സോ നമുക്ക് ബാക്കി എന്ത് വരും? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? Find the greatest number which on dividing 1657 and 2037 leaves remainder 6 and 5 respectively. അതായത് ഈ നമുക്കൊരു നമ്പർ കണ്ടുപിടിക്കണം. ആ നമ്പറിനെ 1657 ആ നമ്പർ 1657 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 6ഉം 2037 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 5 ആണ് കിട്ടുന്നത്. സോ ആ നമ്പറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത മാതിരി എന്താ കണ്ടുപിടിക്കേണ്ടത്? HCF ഓഫ് 1657 മൈനസ് 6ഉം 2037 മൈനസ് 5ഉം. ഓക്കെ, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ HCF ഓഫ് 1651ഉം 2037 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2032. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 163 ഡിജിറ്റ് സം എടുത്തിട്ടൊന്നും കാര്യമില്ല. 3 2 5 7 ആണ് വരുന്നത്. 6ഉം 7ഉം 13. സോ ഡിജിറ്റ് സം എടുത്തിട്ട് നമുക്ക് വലിയ കാര്യമില്ല. ഇനിയിപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾസ് ഇവിടെയൊക്കെ വലിയ വലിയ നമ്പേഴ്സാണ് വരുന്നത് അല്ലേ? വലിയ നമ്പേഴ്സ് ആണ് വരുന്നത്. ഇനി 4ന്റെ മൾട്ടിപ്പിൾസ് എടുത്തിട്ടോ 3ന്റെ മൾട്ടിപ്പിൾസ് എടുത്തോ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്. സോ ഡിജിറ്റ് സം ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വെറുതെ സമയം പോക്കാണ് ചെയ്യുന്നത്. നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഡിവിഷൻ മെത്തേഡിലോട്ട് എന്ത് ചെയ്യാന്ന് പോയി നോക്കാം. സോ ഡിവിഷൻ മെത്തേഡ് ചെയ്യുമ്പം വലിയ നമ്പറിനെ എന്ത് ചെയ്യണം? ചെറിയ നമ്പറിനെ കൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം. സോ 2032 1651 എത്ര ടൈംസ് വരും? ഒരൊറ്റ ടൈംസ് വരുള്ളൂ. എത്രയാണ്? 1651 തന്നെ വരും. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 381 എന്ന് കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡിവൈസറിന് എന്താ ചെയ്യുക? താഴത്തോട്ട് ഇറക്കാണ് ചെയ്യുന്നത്. 1551 താഴത്തോട്ട് ഇറക്കി കഴിഞ്ഞാൽ 1651 381 എത്ര ടൈംസ് ഉണ്ടാകും? 4 3 12 ആണ്. ഏകദേശം 4 ടൈംസ് ഉണ്ടാകും. നോക്കി നോക്കാം. 381 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 8 4 32 2 3 4 3 12 3 15 1500 വരുന്നുണ്ട്. ഓക്കെ, സോ ഇതന്നെ വരുന്നത്. ഇനി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 7 2 1 127 കിട്ടും. ഇനി ഈ ഡിവൈസറിന് താഴത്തോട്ട് ഇരിക്കുന്നത് 381 127 എത്ര ടൈംസ് ഉണ്ടാകും? 3 ടൈംസ് ആണ് ഉണ്ടാകുക അല്ലെ? 3 into 127 എത്ര കിട്ടുന്നത്? 381 കിട്ടുന്നത്. റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. സോ HCF എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിവൈസർ ആയിരിക്കും. സോ HCF എന്താ കിട്ടിയത്? 127. ഓപ്ഷൻ ഡി ആണ് കിട്ടിയത്. കുറച്ച് കാൽക്കുലേഷൻ വരുന്ന ഒരു പ്രോബ്ലം ആണ്, ശ്രദ്ധിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് HCF നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിവിസിബിലിറ്റി റൂൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡിവിഷൻ മെത്തേഡ് ആണ്. സോ ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? കുറച്ചധികം കാൽക്കുലേഷൻ വരുന്നുണ്ട്. നിങ്ങൾ കാൽക്കുലേഷനിൽ ഓക്കെ ആണെങ്കിൽ, അതിൽ കോൺഫിഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് ഒരു രണ്ടാമത്തെ റൗണ്ട് റീഡിംഗ് ഉണ്ടാവല്ലോ, അതിലെന്ത് ചെയ്യുക? ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വെറുതെ സമയം കളഞ്ഞ് എന്ത് ചെയ്ത് കാൽക്കുലേഷന് വേണ്ടി സമയം കളഞ്ഞ് നമുക്ക് എന്ത് ചെയ്ത് ഈസി ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം വെറുതെ മിസ്സാക്കരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ LCM ഓഫ് 40 20 120 and 335.
സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ 4 ആൾക്കാരുടെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 4 ആൾക്കാരുടെ LCM എന്ന് പറഞ്ഞാൽ നോക്കുക, അവിടെ ലാസ്റ്റ് ഡിജിറ്റ് 0 0 0. അങ്ങനെയാണെങ്കിൽ LCM മൾട്ടിപ്പിളിന്റെയും ലാസ്റ്റ് ഡിജിറ്റിൽ എന്തായിരിക്കും 0 ആണ് വരുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്ന ആകെ ഒറ്റ ഓപ്ഷൻ മാത്രമുള്ള ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സോ ആൻസർ എന്ത് കിട്ടും? 8040 ആയിരിക്കും ആൻസർ. അല്ലേ? സിമ്പിൾ ആണല്ലോ, ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തേക്കുന്നത് LCM ആൻഡ് HCF. കഴിഞ്ഞ വർഷം SSC GD എക്സാമിൽ LCM ആൻഡ് HCF എന്നുള്ള ചോദിച്ച ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഡിസ്കസ് ചെയ്തേക്കുന്നത്. സോ ബാക്കി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.